സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടലാകുന്നു. പിന്നെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്കിത് അറ്റൻഡ് ചെയ്യണമെന്ന് മനസ്സിൽ എങ്ങനെയോ തോന്നി. ആദ്യ ദിവസം അറ്റൻഡ് ചെയ്തു. പിന്നെ എനിക്കത് കണ്ടിന്യൂസ് ആയിട്ട് 10 ദിവസം അറ്റൻഡ് ചെയ്യണമെന്ന് തോന്നി. പിന്നെ കാര്യങ്ങളെല്ലാം എൻ്റെ വഴിക്ക് തന്നെ റെഡിയായി വന്നു. അറ്റൻഡ് ചെയ്തു. അപ്പോൾ എനിക്ക് DTBയിലൂടെ എനിക്ക് കിട്ടിയത് ചില ബോധ്യങ്ങളാണ്. സത്യത്തിൽ ഞാനിവിടെ DTBയിലേക്ക് കടന്നു വന്നപ്പോൾ എന്നേലും അധികം ഈ DTBയിലൂടെ ഒരുപാട് അനുഭവങ്ങൾ കിട്ടിയിരിക്കുന്ന വ്യക്തികൾ ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. എൻ്റെ കൂടെ DTBയുടെ 34 പേർക്കും എന്നേലും നന്നായിട്ട് അനുഭവങ്ങളും ദൈവാനുഭവങ്ങളൊക്കെ ലഭിച്ചിട്ടുള്ള വ്യക്തികളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ എങ്കിലും ദൈവം എന്നെ ഈ ഒരു ഷെയറിങ്ങിന് വേണ്ടി ഇപ്പോൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. എനിക്ക് കിട്ടിയത് ചില ബോധ്യങ്ങളാണ്. അതായത് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ ജീവിതത്തിൽ. അതായത് എനിക്ക് ഈശോയെക്കുറിച്ച് വേറൊരു വ്യക്തിയോട് പറയാൻ എനിക്ക് സത്യത്തിൽ എനിക്ക് നാണമായിരുന്നു. നാണെന്ന് പറഞ്ഞാൽ പേടി കൊണ്ടോ അങ്ങനെയൊന്നും ഉണ്ടല്ല. എനിക്ക് ഈശോയെക്കുറിച്ച് മറ്റൊരാളോട് പറയുമ്പോൾ ഞാൻ തന്നെ എനിക്ക് കുറഞ്ഞു പോകുന്ന പോലെ ഒരു ഫീലിംഗ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ റൂംമേറ്റ്സിനോട് പോലും ഞാൻ അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതലൊന്നും സംസാരിക്കാറില്ല. അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഇവിടേക്ക് കടന്നു വന്നതിന് ശേഷം ഇവിടെ ഒരുപാട് തീ പിടിച്ച ആൾക്കാർ ചേട്ടന്മാരെയൊക്കെ കണ്ടതിന് ശേഷവും ഇവിടെയുള്ള ക്ലാസ്സുകൾ ഒക്കെ കൂടിയതിന് ശേഷം ഈശോ നമ്മളെ അരികിലേക്ക് വിളിച്ചിരിക്കുന്നത് അവിടത്തോടു കൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനുമാണെന്ന് കേട്ടപ്പോൾ സത്യത്തിൽ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നി. ഈശോയോട് കൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മെനക്കെടാൻ ബുദ്ധിമുട്ടായിരുന്നു, താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ശരിയായൊരു രീതിയായിട്ട് എനിക്ക് തോന്നിയില്ല. ഈ ഒരു 10 ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്ത് വഴി എനിക്കുണ്ടായ ഒരു ബോധ്യം അതാണ്. പിന്നെ ചില ഈ പള്ളിയിൽ പോകാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് പൊസിഷൻ ഈശോയ്ക്ക് ആയിരുന്നോ എന്ന് ചോദിച്ചാൽ എനിക്ക് ചങ്കി കൈവച്ച് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. ഞാൻ വേറെ മറ്റു പല കാര്യങ്ങൾക്കും 1-ാം സ്ഥാനം കൊടുത്തിരുന്നു. അതുകൊണ്ട് അത് ആ ഒരു ബോധ്യം അത് തെറ്റാണെന്ന് എനിക്ക് തന്നെ അറിയാവുന്നൊരു കാര്യമായിരുന്നു. പക്ഷേ അത് ശരിയല്ല, അത് അങ്ങനെയല്ല ആൽബിനെ എന്ന് ഈശോ എന്നോട് തന്നെ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. ഈശോ തമ്പുരാനോട് പറയുന്നുണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ വിളവധികം വേലക്കാർ ചുരുക്കം. അപ്പോൾ നമ്മളെല്ലാവരെയും വിളിക്കുന്നത് അതിനു വേണ്ടിയാണ്. ഈശോ വിളിക്കുന്നത് ഈശോയെക്കുറിച്ച് നമുക്ക് കിട്ടിയ ഈശോയെ പകർന്നു കൊടുക്കാൻ, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. ഒരുപക്ഷെ നമുക്ക് ഈ ഒരു ദിവസങ്ങളിൽ നമുക്ക് ദൈവം നമ്മളെ തൊട്ടനുഭവം അങ്ങനെയൊന്നും ഒരുപക്ഷെ ഉണ്ടായിട്ടുണ്ടാവില്ല. എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ദൈവം എന്നെ നോക്കുന്നുണ്ട്, ദൈവം എന്നെ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവത്തോട് കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, ദൈവം പറയുന്നത് കേൾക്കാൻ ഞാൻ നിന്നു കൊടുക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ എനിക്ക് ഈ ദിവസങ്ങളിൽ തോന്നി. അങ്ങനെ ചെയ്യണമെന്നും ചെയ്തു തുടങ്ങണമെന്നും തോന്നുകയും അങ്ങനെ കുറച്ച് ദിവസങ്ങളായിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതെല്ലാം ഈ ഒരു DTBയിലൂടെ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. അങ്ങനെയുള്ള ഈ ദിവസങ്ങളിലൂടെ ഏറ്റവും സന്തോഷകരമായിട്ട് ഈ ഒരു 10 ദിവസം എന്നെ പോകാനായിട്ട് എന്നെ സഹായിച്ച നിങ്ങളെല്ലാവർക്കും, ഇതിനു വേണ്ടിയുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെയ്തു തന്ന ചേട്ടന്മാർക്കും ഒക്കെ ഞാൻ ഈ നിമിഷം നന്ദിയോടെ ഓർക്കുന്നു. എല്ലാവർക്കും താങ്ക്സ്.
സമയമിതാ തിരികൾ തെളിഞ്ഞിടുമീ നിമിഷമിതാ അണയാം ബലിവേദിയിൽ നുകരാം തിരുമൊഴികൾ ഒരു മനമായർപ്പിക്കാം ഈ ദിവ്യബലി. നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാവുകയില്ല. നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതും പിതാവ് പുത്രൻ മഹത്വപ്പെടുവാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും. എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ അത് ചെയ്തു തരും. 10,000 പാട്ടുകളാലേ പരമോന്നതനെ വാഴ്ത്തിടാം. പരമ്പൊരുളെ പരിപാലകനെ പരിശുദ്ധാത്മനെ വാഴ്ത്താം. പരമപ്രകാശനെ വാഴ്ത്താം. 10,000 പാട്ടുകളാലേ പരമോന്നതനെ വാഴ്ത്തിടാം. പരമ്പൊരുളെ പരിപാലകനെ പരിശുദ്ധാത്മനെ വാഴ്ത്താം. പരമപ്രകാശനെ വാഴ്ത്താം. അങ്ങനെ അങ്ങയെപ്പോലെ ജീവിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എപ്പോഴും എന്റെ കൂടെ ആയിരിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെ അങ്ങയുടെ വചനത്തിന്റെ യോഗ്യതയാലും എന്റെ പൂർണ്ണ മനസ്സാലും അങ്ങയുടെ അഭിഷിക്തരായ ജീസസ് യൂത്ത് വോളണ്ടിയേഴ്സിനോടൊപ്പം ഞാൻ എന്റെ ഹൃദയം അങ്ങയിലേക്ക് ഉയർത്തുന്നു. കൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഉരുക്കി വാക്കു പരിശുദ്ധാത്മാവേ. അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ. അഗ്നിയിലെന്നെ ഉരുക്കി വാക്കു പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ. വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. ഉൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധാത്മാവേ. ഉൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധാത്മാവേ. അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ. വിശുദ്ധിയാലെ നിറയ്ക്കൂ
പരിശുദ്ധാത്മാവേ അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ വിശുദ്ധിയാലെ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ ഇസ്രായേലിന് തണലായി മാറിയ പരിശുദ്ധാത്മാവേ ജീവിതമരുവിൽ എന്നെ നയിക്കൂ പരിശുദ്ധാത്മാവേ ഇസ്രായേലിന് തണലായി മാറിയ പരിശുദ്ധാത്മാവേ ജീവിതമരുവിൽ എന്നെ നയിക്കൂ പരിശുദ്ധാത്മാവേ ജീവജലം നീ പകരൂ പരിശുദ്ധാത്മാവേ തളരാതെന്നെ നടത്തൂ പരിശുദ്ധാത്മാവേ ജീവജലം നീ പകരൂ പരിശുദ്ധാത്മാവേ തളരാതെന്നെ നടത്തൂ പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ മുൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ എന്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധാത്മാവേ മുൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ എന്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധാത്മാവേ അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ വിശുദ്ധിയാലെ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ വിശുദ്ധിയാലെ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ ഇസ്രായേലിന് തണലായി മാറിയ പരിശുദ്ധാത്മാവേ ജീവിതമരുവിൽ എന്നെ നയിക്കൂ പരിശുദ്ധാത്മാവേ ഇസ്രായേലിന് തണലായി മാറിയ പരിശുദ്ധാത്മാവേ ജീവിതമരുവിൽ എന്നെ നയിക്കൂ പരിശുദ്ധാത്മാവേ ജീവജലം നീ പകരൂ പരിശുദ്ധാത്മാവേ തളരാതെന്നെ നടത്തൂ പരിശുദ്ധാത്മാവേ ജീവജലം നീ പകരൂ പരിശുദ്ധാത്മാവേ തളരാതെന്നെ നടത്തൂ പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ പരിശുദ്ധാത്മാവേ 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 എന്നിൽ നിറയണമേ അഗ്നിയിലെന്നെ പുറകൂട്ടണമേ പരിശുദ്ധാത്മാവേ
അഗ്നിയിലെന്നെ ഒരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഉറകൂട്ടണമേ പരിശുദ്ധാത്മാവേ, അഗ്നിയിലെന്നെ ഒരുക്കി വാർക്കൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരൂ പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, 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 എന്നിൽ നിറയണമേ. പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധാത്മാവേ. ഉൾപ്പടർപ്പിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിൽ തീയായി മാറൂ പരിശുദ്ധാത്മാവേ. അശുദ്ധിയാലാം നീക്കൂ പരിശുദ്ധാത്മാവേ, വിശുദ്ധിയാലെ നിറയ്ക്കൂ പരിശുദ്ധാത്മാവേ. അശുദ്ധിയെല്ലാം നീക്കൂ പരിശുദ്ധാത്മാവേ. നമുക്ക് ഈശോയുടെ ഒരു സ്വർഗസ്ഥനായ പിതാവ് ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രവണത്തിൽ ഉൾപ്പെടുത്തരുതേ, തുഷാരുമേ ഞങ്ങളെ കാത്തിരക്ഷിച്ചോളണമേ. അമേൻ. അമേൻ. അച്ഛാ ഒരുപാട് നന്ദി. ബിക്കോസ് ഒരു സമയത്ത് നമ്മൾ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ഉപേക്ഷിച്ചാലോ എന്ന് വരെയുള്ള ഒരു ചിന്തകളിലോട്ട് എത്തിയിരുന്നു. അത്രയും ബുദ്ധിമുട്ടുകൾ നമുക്ക് ഇതിന് നേരിട്ടിരുന്നു. ആ സമയത്ത് നാഷണൽ കൗൺസിലും പ്രത്യേകിച്ച് ജിജോ ചേട്ടൻ എന്ത് തന്നെ വന്നാലും എത്ര എക്സ്പെൻസ് മീറ്റ് ചെയ്യേണ്ടി വന്നാലും നമ്മൾ ഈ ഒരു ട്രെയിനിങ് നടത്തും. കാരണം നമുക്ക് നമ്മുടെ യുവാക്കളുടെ ആത്മാവാണ് വലുത് എന്നുള്ളൊരു ഒരു തോട്ട് നമുക്ക് ഇട്ട് തരുകയും എന്ത് തന്നെയായാലും ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് നമ്മളതിനെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ് കട്ട സപ്പോർട്ട് ചെയ്ത നമ്മുടെ നാഷണൽ കൗൺസിലിനും പ്രത്യേകിച്ച് നമ്മുടെ ജിജോ ചേട്ടനും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ നമ്മുടെ ഓരോ റീജിയണൽ കോർഡിനേറ്റേഴ്സിനുമാണ്, അഹമ്മദീന്നായാലും സാൽമിയെന്നായാലും അബാസിയ സിറ്റി, പ്രത്യേകിച്ച് അജിത് ചേട്ടൻ, അതുപോലെ തന്നെ ജെറിൻ ചേട്ടൻ, വിൻജോ ചേട്ടൻ നാട്ടിലാണ്, എന്നിരുന്നാൽ പോലും ചേട്ടൻ, പിന്നെ സോജിമോൻ, എല്ലാവരും ഏരിയയിൽ നിന്ന് വളരെയധികം നമ്മൾ സപ്പോർട്ട് ചെയ്തു. സ്പെഷ്യലി ഫാമിലി കോർഡിനേറ്റർ നമ്മുടെ ഈ ദിവസങ്ങളിലെ ഫുഡെല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ ദിവസം ഹോളിൽ നമ്മൾ പ്രോഗ്രാം നടത്തിയപ്പോൾ അവിടുത്തെ ഒരു ചേട്ടൻ വന്ന് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഫുഡൊക്കെ ഓർഡർ ചെയ്യുന്നത്? ഞങ്ങൾക്കും ഒരു പരിപാടി ഉണ്ട്, ഇത് ഇങ്ങനെ ബങ്കറായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുമെന്നൊക്കെ ചോദിച്ചു. അത്രയും സ്വാദിഷ്ടമായ ഫുഡല്ലായിരുന്നു നമുക്ക് തന്നിരുന്നത്. ഇതെല്ലാം നമ്മുടെ ജീസസ് യൂത്ത് ഫാമിലിയിൽ നിന്നാണ് നമുക്ക് അവരെത്തിച്ചു തന്നുകൊണ്ടിരുന്നത്. അതിന് ഫാമിലി ടീം, അതുപോലെ തന്നെ ഫാമിലി ടീം എൻ്റെ, അതുപോലെ തന്നെ ജിജോ ചേട്ടനും പ്രത്യേകം നന്ദി പറയുന്നു. കോർഡിനേറ്റ് ചെയ്ത ജെൻഡോ ചേട്ടനെ ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ നന്ദി പറയാനായിട്ടുള്ളത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ഒരുപാട് വ്യക്തികളാണ്. നമ്മുടെ കാര്യങ്ങളെല്ലാം ക്രമീകരിച്ച് ഇതിൻ്റെ ഷെഡ്യൂളെല്ലാം ചെയ്ത് ഇതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും എല്ലാം തന്നെ അറേഞ്ച് ചെയ്ത ഒരു ടീമുണ്ട്.
പ്രവീണെ ഈ സാഹചര്യത്തിൽ ഓർക്കുന്നു. ട്രാൻസ്പോർട്ടേഷൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരുന്നത് പ്രവീണായിരുന്നു. പ്രവീണെ പ്രത്യേകം ഈ ഒരു സാഹചര്യത്തിൽ ഓർക്കുവാണ്. നമുക്ക് ഒരുമിച്ചൊരു കൈയടി മതിയോ? ഇത് ഭയങ്കര ഗ്യാപ്പ് വരുന്നു, അതിനും കൈയടിക്കുന്നു. ഓക്കെ, എനിവേ ഒത്തിരി പേര് ഉണ്ട്. ഈ പെട്ടെന്ന് പേരുകളൊന്നും ഓർമ്മ കിട്ടുന്നില്ല. നമ്മുടെ എല്ലാ സപ്പോർട്ടിനും ഉണ്ടായിരുന്ന റോബോ, അതുപോലെ തന്നെ സോജൻ ചേട്ടൻ, ഫസ്റ്റ് ടു മ്യൂസിക് നമ്മുടെ കൈകാര്യം ചെയ്തിരുന്ന സോജൻ ചേട്ടൻ. ഫസ്റ്റ് ഡേ തുടങ്ങി പറയുവാണെങ്കിൽ നമ്മുടെ ആത്മീയമായിട്ട് നമ്മുടെ മനസ്സുകളെ ഒരുക്കുക, നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുക. നമ്മുടെ റിട്രീറ്റ് ഗുരുക്കന്മാർ സുനിലേട്ടൻ, റോജസ് ചേട്ടൻ, സിനിലേട്ടൻ എല്ലാവരും കൂടി ഉണ്ടെന്ന് പ്രതീക്ഷിക്കും. അതെ, എല്ലാവരും കൂടി ഉണ്ട്. ശേഷം നമ്മളെ ഈ ഒരു ട്രെയിനിങ്ങിലൂടെ ഞാൻ ആദ്യം പറഞ്ഞു, ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് നമ്മൾ ഈ ഒരു ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തത്. നമുക്ക് റിസോഴ്സ് നാട്ടിൽ നിന്ന് വരേണ്ടതായിരുന്നു. ഒരു സാഹചര്യത്തിൽ നമ്മളത് ബ്രേക്ക് ചെയ്താലോ എന്ന് വരെ ചിന്തിച്ചു. ആ സാഹചര്യത്തിൽ എന്തിനും തയ്യാറായി നിന്നുകൊണ്ട് ജിസേട്ടായൊക്കെ ഉണ്ട്. ചേട്ടായിനെ വീട്ടിൽ നിന്നാണ് പുറത്താക്കിയെന്ന് പറയുന്നത്. ഈ ദിവസങ്ങളിൽ എല്ലാ ദിവസവും 10 മണി 11 മണിക്കാണ് വീട്ടിൽ കയറുന്നത്, പ്രിപ്പറേഷനും കാര്യങ്ങളെല്ലാമായിട്ട്. നമ്മുടെ റിസോഴ്സസ് ജോജോ ചേട്ടൻ ഇവിടെ ഇല്ല, വരാൻ പറ്റിയിട്ടില്ല. ജിസേട്ടായി, അതുപോലെ തന്നെ സിനിലേട്ടൻ, ഇവരൊക്കെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കാം നമുക്ക് ഈ ദിവസങ്ങളെല്ലാം. പ്രത്യേകം നന്ദി അറിയിക്കുന്നു ഈ സമയത്ത്. പിന്നെ നന്ദി പറയാനായിട്ടുള്ളത് നമ്മുടെ ഇന്നത്തെ ദിവസം നമ്മുടെ കുർബാനയ്ക്ക് വേണ്ടിയും അഡോറേഷന് വേണ്ടിയും മ്യൂസിക് ചെയ്തെന്ന വിനോദേട്ടൻ, ടീം, സാം ചേട്ടൻ, ടോൺ ചേട്ടൻ, ജിബിൻ, ഡോൺ എല്ലാവരും കൂടി ഉണ്ട്. ഇവരെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുന്നു. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ നന്ദി പറയാനായിട്ടുള്ളത് നമ്മുടെ കോർഡിനേറ്ററാണ്, DTP കോർഡിനേറ്റർ. DTP കോർഡിനേറ്റർ ആരെന്നറിയാവോ? നിങ്ങൾക്കൊരു സംശയമാണ്. ഞാൻ ജിജോയുടെ ഹാർട്ടിൽ ഞാൻ കണ്ടിരുന്നു, ടെൻഷൻ പോയാണ് അധികം ഫ്രണ്ടിലോട്ട് വരത്തില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ നിങ്ങൾ കാണുന്ന ആ ഒരു ടെൻഷൻ മാത്രമേ ഉള്ളൂ അവനാണ് ഇതിൻ്റെ ഒരു ബാക്ക് ബോൺ. അവനാണ് ഇതെല്ലാം ക്രമീകരിച്ചതും എല്ലാവരെയും കൃത്യസമയത്ത് കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്യുകയും ചെയ്ത അവനെ പ്രത്യേകം ഈ ഒരു സാഹചര്യത്തിൽ ഓർക്കുന്നു. എല്ലാത്തിലും ഉപരിയായി സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് പലർക്കും പല എൽഡേഴ്സും വിളിച്ചിട്ടാണ് വന്നേ എന്നൊക്കെയുള്ളൊരു ചിന്തയുണ്ടാവും. പക്ഷേ സർവശക്തനായ തമ്പുരാൻ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളെ പ്രത്യേകം തിരഞ്ഞെടുത്തു, പ്രത്യേകം രൂപീകരിച്ചു, ട്രെയിൻ ചെയ്തു, തമ്പുരാൻ്റെ കയ്യിൽ ഉപകരണങ്ങളാക്കി മാറ്റി. അതിന് ഒരുപാട് ഒരുപാട് സർവശക്തനായ തമ്പുരാന് നന്ദി അർപ്പിക്കാം. ജസ്റ്റ് ഒരു ഒഫീഷ്യൽ വേർഡാണ്. ഇനി നന്ദി പറയാനുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കുമാണ്. ഓരോ ചേട്ടന്മാരുടെ വിളി കേട്ടും സോമനസാലയും നിങ്ങളുടെ ഒരു സന്നദ്ധത അറിയിച്ചതിന്, തമ്പുരാന് വേണ്ടി ഓടാനും എന്നെ അത്യക്ഷണ. എനിക്ക് കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു നാട്ടിൽ പോകാൻ നിന്നിരുന്ന ഇവിടെ നിന്നാണ് എയർപോർട്ടിലോട്ട് പോയത് അല്ലേ. പിന്നെ എന്നെ വിപിൻ വിളിച്ചിരുന്നു. അവന് ഒരുപാട് സങ്കടമുണ്ട് ഈ ഒരു ഫൈനൽ സെറിമണിയിൽ പങ്കുചേരാൻ പറ്റാത്തതിൽ. നിങ്ങളുടെ തീക്ഷ്ണത ഞാൻ നടക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മുടെ പബ്ലിക് സ്പീച്ച് ആ ഒരു സെഷൻ കഴിഞ്ഞ് ഇപ്പോൾ ഓരോ എൽഡേഴ്സും വിളിച്ച് പറയുമായിരുന്നു, ഈ പ്രാവശ്യത്തെ DTP പിള്ളേർ തീയാണെന്നാണ് പറഞ്ഞതിൻ്റെ അടുത്ത്. നിങ്ങളുടെ ആ ഒരു തീക്ഷ്ണത, നിങ്ങളുടെ ആ ഒരു സന്നദ്ധത, ഇതിനെല്ലാം നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് നന്ദി. തമ്പുരാന് യെസ് പറഞ്ഞതിന്, നിങ്ങളുടെ വിളിയോട് യെസ് പറഞ്ഞതിന് നിങ്ങൾക്കും ഒരുപാട് നന്ദി. ഞാൻ യൂത്ത് ടീമിൻ്റെ പേരിലും കുവൈറ്റ് ജീസസ് യൂത്തിൻ്റെ പേരിലും നിങ്ങളുടെ സന്നദ്ധതയ്ക്ക് മുമ്പിൽ നമിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് പറയുന്നതിൻ്റെ ഇടയിൽ ആരൊക്കെയോ പേരുകൾ വിട്ടുപോയിട്ടുണ്ട്. ഇൻ്റർസെഷൻ പ്രത്യേകം നമ്മുടെ എല്ലാ പ്രോഗ്രാമിൻ്റെയും ട്രെയിനിങ്ങളുടെയും ഒരു ബാക്ക് ബോൺ നമ്മുടെ ഇൻ്റർസെഷനാണ്, നമ്മുടെ പ്രയറാണ് അല്ലേ. പ്രാർത്ഥന കൂടാതെ നമുക്കൊന്നും തന്നെ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു ഇൻ്റർസെഷൻ ടീം തന്നെ ഉണ്ടായിരുന്നു എൻ്റെ പുറകിൽ. ശിവചേട്ടനാണ് ഇൻ്റർസെഷൻ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്, നമുക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തും ചേട്ടൻ അഡോറേഷൻ ചാപ്പലിലായും ചേട്ടൻ ആയിരിക്കുന്ന സ്ഥലങ്ങളിലും നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ചേട്ടൻ്റെ ടീം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഇൻ്റർസെഷൻ ടീം മാത്യു ചേട്ടനെ ഈ ഒരു സമയത്ത് ഓർക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്ലാൻ, DTPയുടെ ഒരു പ്ലാൻ തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നത് യൂത്ത് ടീമിലെ തന്നെ ജീനയും ടീമായിരുന്നു. ജീനയും ഈ ഒരു സമയത്ത് ഓർക്കുന്നു. ഒരിക്കൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ദെൻ ആരെയും ഞാൻ വിട്ടുപോയിട്ടില്ല എന്ന് വിചാരിക്കുന്നു. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെയും ഈ സാഹചര്യത്തിൽ ഓർക്കുന്നു. ഇനി 1-2 അനൗൺസ്മെന്റ്സ് ആണ്. ജിജോ ഒന്ന് വരാവോ? ടെൻഷൻ പോയി നമുക്ക് വിളിക്കാം ഫ്രണ്ടിലോട്ട്.
ഓക്കെ, ഒന്ന് രണ്ട് അപ്ഡേറ്റ്സും കൂടെയുണ്ട്. നമ്മളതിനു വേണ്ടി നമ്മുടെ നാഷണൽ കോർഡിനേറ്റർ ജിജോ ചേട്ടനെ ക്ഷണിക്കുവാണ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. പ്രാർത്ഥന ആശംസകൾ എല്ലാവർക്കും നേരുന്നു. ഇതൊരു മിഷണറീസിൻ്റെ ഒരു നമ്മുടെ ഒരു മിഷൻ ജീവിതത്തിൻ്റെ വലിയൊരു തുടക്കമാണ്. ഇന്നത്തെ ഈ ഒരു സന്തോഷവും ഊർജവും ഒക്കെ ഒന്ന് കാത്തു സൂക്ഷിക്കാനായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകിച്ച് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളുടെ ആ ഒരു വലിപ്പവും നമ്മുടെ ആ ഒരു വിളിയുടെ പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കുക. നമ്മൾക്ക് ഈ അൾത്താരയിൽ നിന്ന് നമ്മൾ കൈവെപ്പ് ശുശ്രൂഷ സ്വീകരിച്ച് തിരിച്ചു പോകുമ്പോൾ നമ്മളുടെ മേല് സഭ അയച്ച ഒരു വൈദികനാണ് കൈവച്ചിരിക്കുന്നത്. നമ്മൾ യേശു പറഞ്ഞിരിക്കുന്നത് സഭയോടാണ്. സഭയാണ് നമ്മളെ അയക്കുന്നത് എന്നുള്ളൊരു ബോധ്യത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഈ മിഷൻ ജീവിതത്തിൻ്റെ ഓരോ ദിവസവും ആയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. നമ്മളുടെ ഈ ഒരു വിളിയിൽ ഏറ്റവും വിശ്വസ്തരായിരിക്കാനായിട്ടും നമ്മൾ എന്ത് കൊടുത്തും എന്ത് വില കൊടുത്തും ഈ ഒരു മിഷൻ ജീവിതം ഏറ്റവും ഊർജമായിട്ട് പത്രോസിനെയും കൂട്ടരെയും അയച്ച അതേ വിളി ഇന്ന് 2022 നമ്മളെ അയച്ചിരിക്കുന്നു എന്ന് ഉള്ള ബോധ്യത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് ശ്രമിക്കാം. പ്രത്യേകമായിട്ട് നമ്മൾക്ക് മിഷൻ ഏരിയാസ് നമുക്ക് അനൗൺസ് ചെയ്ത് തരും. നമ്മളുടെ ഒരു കൂട്ടായ്മയിലായിരിക്കും നമുക്ക് അനൗൺസ് ചെയ്ത് കിട്ടുന്നത്. അപ്പം നമ്മൾ എല്ലാ റീജിയണൽ കോർഡിനേറ്റേഴ്സും കൂടെയുള്ള ഡിസ്കഷനിൽ നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന ഓരോ ക്യാമ്പുകളാകാം, മിനിസ്ട്രികൾ ആയിരിക്കാം, നമ്മളുടേതായിട്ടുള്ള ടാലൻസ് ഉള്ള ഏരിയാസ് ആയിരിക്കാം. അപ്പോൾ ആ ഒരു ഇതിലേക്കൊക്കെ നമ്മൾക്ക് ഏറ്റെടുക്കാനായിട്ട് പ്രത്യേകം ശ്രമിക്കാം. ഈ ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ഈ ഒരു പ്രാർത്ഥനകളെല്ലാം ഈ ഒരു ജിസ്യൂത്ത് സമൂഹത്തോട് ചേർന്ന് എല്ലാവിധ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും എല്ലാവർക്കും ആശംസിച്ചു കൊള്ളുന്നു. ഈശോ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. സൗകര്യത്തിൽ നമുക്ക് നിൽക്കാം. നമുക്ക് കൾച്ചറൽ പ്രോഗ്രാമായിട്ട് ചെറിയൊരു സ്കിറ്റ് ഉണ്ട്, ചെറിയൊരു ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്. അപ്പം നിൽക്കാവുന്നവർക്കൊക്കെ നിൽക്കാം. അപ്പം എല്ലാവർക്കും ഓരോ ചായയൊക്കെ കുടിച്ച് സ്നാക്സ് ഒക്കെ കഴിച്ച് നമുക്ക് പോവാം.